അമ്മയുടെ ചെരുപ്പാണോ നന്നാക്കാൻ കൊടുത്തേക്കണേ? എന്റെ ആണോ? ഏത് ചെരുപ്പ്? ഏത് സാൻഡല്? അത് രാവിലെ തൊട്ട് അവരെ വിളിക്കണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എല്ലാ മെക്കാനിസം ഇതിലാ. എവിടെ? മെമ്മറിയിലാ. കണ്ടോ നല്ല ചിൽഡ് ആയിട്ടുള്ള ഐസ് ടീ കണ്ടോ? എന്താണ് ഐസ് ടീ കുടിച്ചാലുള്ള പ്രത്യേകത? 50% വീക്കായിട്ട് ഇരിക്കുവാണെങ്കിൽ ഒരു 25% കൂടെ കൂടി 75% എനർജി ആവും. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല കൊടും ചൂടുള്ള ഒരു വേനൽക്കാല ദിവസത്തെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ, പണിയാരമാണ്. പണിയാരം വിത്ത് സാമ്പാർ നല്ല കോമ്പിനേഷനാണ്. നല്ല രസമാട്ടോ ഇത് രണ്ടും നമ്മൾ കഴിക്കാനായിട്ട്. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തൊരു ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോയി തണ്ണിമത്തം കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കഴിക്കും. അതാണ് ഇപ്പോൾ ഏക ഒരു ആശ്വാസം ഈ ചൂടത്തെ. ഇത് ഏതാ മാങ്ങ? അപ്പേ മേടിച്ചതാ മല്ലിക മാങ്ങ, അല്ല ബെങ്കരമ്പിള്ളി. പക്ഷേ മധുരം തീരെ കുറവാണ്. ആണോ? ബെങ്കരമ്പിള്ളിയാണോ? അപ്പൊ മല്ലികയാണല്ലോ മേടിക്കാൻ. മല്ലിക കിട്ടിയില്ല. കിട്ടിയില്ല. തൃപ്പൂണിത്തുറയിൽ നിന്ന് മേടിച്ചോണ്ടാ. മാങ്ങാ സീസൺ തുടങ്ങിയുള്ളൂ. ഇപ്പൊ ഉടനെ അപ്പ അങ്ങനെ മേടിക്കാറില്ല. എന്നാന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ളച്ചവിയല്ലേ ഇതിന്. അല്ലെങ്കിൽ തന്നെ എനിക്ക് പക്ഷെ ഇഷ്ടമായി മാങ്ങ. അപ്പയ്ക്കും ഇഷ്ടമാണ് പറഞ്ഞു. അപ്പയുടെ ചെരുപ്പ് കൊണ്ടോണോ? അമ്മയുടെ ചെരുപ്പാണോ നന്നാക്കാൻ കൊടുത്തേക്കണേ? എന്റെ ആണോ? ഏത് ചെരുപ്പ്? ഏത് സാൻഡല്? ഒരു വെളിവുമില്ല. നല്ല സാൻഡല് ഇനി ഇവിടെ കൊണ്ട് ഇട്ടിട്ടില്ലേ കെട്ടുപോയത്. അതാണോ? ഞാൻ പോയതാ. ഞാൻ ആ കഥ വിട്ടു. കാണിക്കല്ലേ, ഞാൻ കവർ കെട്ടി തൂക്കിട്ടേക്കണേ. എങ്ങനെയാ നമ്മുടെ കവർ കെട്ടി? ഞാൻ ഓർത്ത് അപ്പയുടെ ഏത് സാൻഡലാന്ന്. രാവിലെ തൊട്ട് അവരെ വിളിക്കണ്ട്. ശരിയായോന്ന് ചോദിച്ചേ. വേറെ കവർ കൊടുക്കാം, തൂക്കണ കവർ കൊടുക്കാം. ഞാൻ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താലേ എന്റെ കെട്ടി തൂക്കിട്ടേക്കണ കവറ്. ഇതെല്ലാം ലുലുവിന്റെ കവറാണല്ലോ കോരുമ്പോ കിട്ടണത്. അല്ലാത്തതും ഉണ്ട്. കവർ കൊടുക്കാൻ വേണമെങ്കിൽ ഇതുപോലെ. ശരി, ഓക്കെ. അതിന്റെ സോളാ പോയത്. സോളില്ലേ, അത് എന്നാ ചെയ്തേക്കാന്ന് നല്ല തയ്യൽക്കാരനാ. അയാള് അത് തയ്ച്ചിട്ട് ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് തയ്ക്കും. സാറേ അല്ലാതെ നിൽക്കൂലെന്നത്. ഇത് വേണ്ട, അത് കീറിപ്പോകുന്നു ഇട്ട് കഴിയുമ്പോ. ഇന്നലെ അവിടെ വരെ പോയിട്ട് വെറുതെ പോന്നു, തയ്ച്ചിട്ടില്ല. തൃപ്പൂണിത്തുറ വരെ പോയിട്ട് വെറുതെ ഈ വെയിലത്ത് പോയിട്ട് വെറുതെ പോയിട്ട് നടക്കും. തൃപ്പൂണിത്തുറയാണോ? ആണോ? ഒറ്റ എണ്ണയില്ല അവിടെ. മതിയോ? എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അപ്പൊ പോയി ചെന്നപ്പോഴേ ആ പുള്ളി ചായ കുടിക്കാൻ പോയങ്ങനെ നന്നാക്കിയിട്ടില്ല. തൃപ്പൂണിത്തുറ അതിനു വേണ്ടി. അപ്പൊ ഇന്ന് പലവകയൊന്നും മേടിക്കാനില്ലേ? ഉണ്ടോ? കോവയ്ക്ക, ബ്രെഡ്, പച്ചപ്പഴം. ഇത്രേ ഉള്ളൂ. ബുക്ക് എഴുതി കൊടുത്തോ? കോവയ്ക്ക നമുക്ക് ഫ്രൈ ചെയ്യാനാ. നന്മയുടെ ഫ്രൈ പോലെ ചോറിന. ലുലുവിലില്ലേ മെഴുക്കുപുരട്ടി കോവയ്ക്ക കിറ്റ് എന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞു വെച്ച അത് അതുപോലെ തന്നെ എടുത്ത് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. മേലായിക്ക് വരുമ്പോ ചെയ്യാം. ഇപ്പൊ മെഴുക്കുപുരട്ടി, ഫ്രൈക്ക് ഫ്രൈ, തോരന് തോരൻ. ഇപ്പൊ വരും. നാളെ ഉണ്ടാവൂന്ന് അറിയില്ല. അത് മനുഷ്യന്റെ കാര്യം, ആരുടെയും പറയാൻ പറ്റില്ല. മാലയില്ലാത്തോണ്ട് എനിക്ക് ഇഷ്ടമല്ല. ചൂട് കൊണ്ട് വലിച്ചു. മാലയിലും മറ്റേ കാര്യമൊന്നുമില്ല. മാലയിലും കമ്മലിലും വളയിലും ഒക്കെ കാര്യമുണ്ട്. അതിന്റെ സ്കൂട്ടറിൽ നിന്നൊരു ശബ്ദം. സീറ്റ് സ്കൂട്ടറിന്റെ പുക ഇന്നലെ അപ്പ എടുത്തു. വാഹന പുക. അത് ശരി. ഡേറ്റ് ആയി. അതൊക്കെ കറക്റ്റാ. ഫോണിൽ അലാറം അലാം അടിച്ചു. അപ്പൊ നോക്കിയപ്പോ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫോർ സ്കൂട്ടർ. ഇപ്പൊ കാറിന്റെ ആയില്ല. ഓഗസ്റ്റ് വരെ. ഓക്കെ. അതെ, അതൊക്കെ ടൈമിന് മുമ്പേ എപ്പോഴും അപ്പ എടുത്തു വെക്കും. അപ്പൊ ഈ അലാം വെക്കണതില്ലേ, 19 ഡേറ്റ് ആണെങ്കിൽ 18 അലാം പോവും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിൽ എനിക്കറിയില്ല കേട്ടോ ചെയ്യാൻ. അപ്പൊ തലേ ദിവസം അലാം അടിക്കും. ഒരു ദിവസം ഇല്ലേ നേരത്തെ പോയി എടുക്കുകയും ചെയ്യും. ഒരു ദിവസത്തെ കാശ് പോവും. പക്ഷെ 19 ആണെങ്കിൽ 18 എടുക്കും. 19 വരെ മറ്റതിലുണ്ട്. ഇത് 18 തുടങ്ങും.
അതെന്നാന്ന് വെച്ചാൽ തലേദിവസം പോവാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമായി. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഞാൻ മെക്കാനിസം പഠിക്കാൻ പോവാ. ഇല്ല, ഇപ്പൊ എല്ലാ മെക്കാനിസം ഇതിലാ. എവിടെ? മെമ്മറി മെമ്മറിയിലാ. ഇപ്പൊ തൃപ്പൂണിത്തുറ പോയി വരുവാ. ചൂടത്ത് കുടിക്കാൻ ക്വിക്കായിട്ട് ഒരു ഐസ് ടീ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി നാരങ്ങ സിറപ്പാണ് ഒഴിക്കണേ. പ്യുവർ നാരങ്ങയാണ് നല്ലത്, പക്ഷെ അതില്ലാത്തത് കാരണം ഞാനിവിടെ സിറപ്പ് മേടിച്ച് വെച്ചേക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. ഐസ് ടീ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ചൂടാറിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ. പെട്ടെന്ന് ഐസ് ടീ ഉണ്ടാക്കണം എന്നുള്ളപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പറ്റില്ല, കാരണം കട്ടൻ ചായ ഉണ്ടാക്കിയത് തണുപ്പിക്കണമല്ലോ. അപ്പം നല്ല കടുപ്പത്തിൽ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കണം. ഒരു കഴിക്കണ ആ ഒരു പരുവത്തിൽ ഉണ്ടാക്കണം കേട്ടോ, കാരണം അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാനുള്ളതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഈ കളറിലേക്ക് മാറുന്നതാണ് കേട്ടോ, അതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കട്ടൻ ചായ ഇതിലേക്ക് ഒഴിക്കാം. ഒരു ഹാഫോളം ഒഴിച്ചാൽ മതി കേട്ടോ. കണ്ടോ, ഹാഫ് ഒഴിച്ചാൽ മതി. ഇത്ര ഒഴിച്ചാൽ മതി. ഇനി ബാക്കി നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ, കാരണം നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായയാണിത്. ഇനി നല്ല ചിൽഡ് വാട്ടർ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. വിത്തൗട്ട് ഷുഗറാണ് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഫുള്ള് വെള്ളം ഒഴിക്കണ്ട. അതെ, ഇത്രയും ഭാഗം എടുത്തിട്ട് നമ്മൾ ഷുഗർ സൊല്യൂഷനാണ് ഇനി അതിനകത്തേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഷുഗർ സൊല്യൂഷൻ ഒഴിക്കുക. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. കട്ടൻ ചായ വിത്തൗട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷുഗർ സൊല്യൂഷനായിട്ട് ഒഴിക്കണം കേട്ടോ. ഫുൾ ഒഴിച്ചു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, യെസ്, ഐസ് ടീയുടെ പ്രധാന സംഭവം ഐസ് ഇടുക. ഐസ് എത്ര വേണേലും നമുക്ക് ഇടാം കേട്ടോ, കാരണം അതിൻ്റെ പേര് ഐസ് ടീ എന്നല്ലേ. കണ്ടോ, നല്ല ചിൽഡ് ആയിട്ടുള്ള ഐസ് ടീ കണ്ടോ, നല്ല സൂപ്പർ റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ കളറുണ്ടല്ലോ, ഇതങ്ങ് നേർത്ത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഇതായിട്ട് വരും. നല്ല രസമാണ്. പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു നുള്ള് ഉപ്പിടാം കേട്ടോ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇത് കറക്റ്റാണ്, ചിൽഡാണ്. നമുക്കിനി അമ്മയ്ക്ക് കൊടുക്കാവേ. യെസ്, അമ്മേ ഐസ് ടീ, അമ്മയുടെ ഫേവററ്റ് സാധനം. ഇച്ചിരി കുടിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. കുടിച്ചാൽ ചിലപ്പോൾ കൂടുതൽ ഷോർട്ടാട്ടോ. കുടിച്ചാൽ ചിലപ്പോൾ കൂടുതൽ കുടിച്ചു പോകും. എങ്ങനെയുണ്ട്? നല്ലതാ. എന്താണ് ഐസ് ടീ കുടിച്ചാലുള്ള പ്രത്യേകത? നല്ലൊരു എനർജി ഫീൽ ചെയ്യും. ഒരു 50% വീക്കായിട്ടിരിക്കുവാണെങ്കിൽ ഒരു 25% കൂടെ കൂടി 75% എനർജി ആവും. അതാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം നല്ല കിഡില സാധനമാണ്. ഞാൻ സ്ഥിരം പണ്ട് പരമല പോകുമ്പോ വേനൽക്കാലത്തില്ലേ, ഓർക്കണില്ലേ, അവിടെ നിന്ന് ഐസ് ടീ മേടിച്ച് കുടിക്കും ആ ഷോപ്പിൽ നിന്ന്. അവര് പക്ഷേ ഇൻസ്റ്റന്റ് മെഷീനിൽ ഉണ്ടാക്കണത്. ഇതിപ്പോ ഇവള് കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിരിക്കുവാണ്. കാണിച്ചു. എന്നാ ഇനിയിപ്പോ ഞാൻ പറയണില്ല. അത് രാവിലെ നമ്മൾ ഉണ്ടാക്കി വെക്കും, എന്നാലാണ് നമുക്കത് തണുപ്പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ നല്ലതാണ്. മതി, ഊണ് കഴിക്കാറായി, അതുകൊണ്ടാണ്. ഈ സമ്മറിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രിങ്കിലൊന്നാണ് ഈ ഐസ് ടീ കേട്ടോ. പിന്നെ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് കോൾഡ് കോഫിയാണ്. ഐസ് ടീ ആണ് പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയത്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും അങ്ങനെയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കൂൾ ഡ്രിങ്ക് ആയിട്ടും കുടിക്കാം, അതിനോടൊപ്പം തന്നെ ചായയല്ലേ, അപ്പോൾ ആ ഒരു എനർജിയും കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു എനർജി ഡ്രിങ്ക് പോലെയും എനിക്ക് തോന്നി. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നി കേട്ടോ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐസ് ടീ ആണ്. ഈ ഒരു സമ്മറിലെ പെർഫെക്റ്റ് റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. കാറപ്പോൾ കഴുകാനായിട്ട് പുറത്തെടുത്തിട്ടപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഐഫോണിൻ്റെ സിനിമാറ്റിക് മോഡ് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഇപ്പോൾ കാറാണ് ഫോക്കസ്, വീട് ഔട്ട് ഓഫ് ഫോക്കസ്. അതെ, ഇപ്പോൾ വീടാണ് ഫോക്കസ്, ഇപ്പോൾ കാർ ഔട്ട് ഓഫ് ഫോക്കസ്. കണ്ടോ, അമ്മ അവിടെ ഇരുന്ന് എന്തോ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ കുറച്ച് നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കവിത ബേക്കറിയിലെ ഫ്രൂട്ട് ആൻഡ് നട്ട് ടീ കേക്കാണ് കേട്ടോ. ഞാൻ ഈ ടീ കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ചേർത്തിട്ടുള്ള ടീ കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിത് എത്രയും വേഗം മുറിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പയോട് മുറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പനെ വിളിച്ച് മുറിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. കാരണം എനിക്കിത് കഴിക്കാന്നുള്ളതാണ് പ്രധാന അജണ്ട. കാരണം
കാരണം നമുക്ക് ഈ ഇതുവരെ കഴിക്കാത്ത പുതിയ ടേസ്റ്റുകളൊക്കെ കഴിക്കാൻ ഇപ്പം ഭയങ്കര ത്രില്ലായിരിക്കും കേട്ടോ. എപ്പോഴും എല്ലാവർക്കും അങ്ങനെയായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു, തൊട്ടപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അതിപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം എന്നൊക്കെ കരുതിയിട്ട് മുറിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അപ്പം മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്വല്പം എടുത്ത് മുറിച്ച് കഴിച്ചു കേട്ടോ. കാരണം അതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ടെംപ്റ്റേഷനായിരുന്നു അത് മുറിക്കാനായിട്ട്. എനിവേസ് ടേസ്റ്റി ആയിരുന്നു. ഇനി അപ്പയാണ് ബാക്കിയെല്ലാം മുറിച്ച് നല്ല സെറ്റാക്കി നല്ല പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഡെപ്പിക്കകത്ത് വെക്കണമെന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ. നിങ്ങൾക്കറിയാം പിന്നെ അപ്പയുടെ കേക്ക് കട്ടിങ് സ്കില്ലൊക്കെ നമ്മൾ നേരത്തെ ക്രിസ്മസ് വീഡിയോസിലൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആരോടും സംസാരിക്കില്ല, അതിൽ തന്നെ ഫുള്ളി കോൺസെൻട്രേഷൻ ആയിരിക്കും, ഒട്ടും പൊടിയാതെ നല്ല പ്രോപ്പറായിട്ടായിരിക്കും കട്ട് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. കുളിക്കാൻ പോയി പോവുന്ന് പറഞ്ഞു, പക്ഷെ കുളിക്കാൻ പോയോ? പിന്നെ അറിവൊന്നും കിട്ടിയിട്ടില്ല. നിറയെ ഫ്രൂട്ട്സ് ചേർന്നിട്ടുള്ള ടീ കേക്കാണ്. ടീ കേക്കിൽ ഫ്രൂട്ട്സ് ചേർന്നത് ഞാൻ കഴിച്ചിട്ടില്ല. മുഴുവൻ മുറിക്കണില്ലേ? മുറിക്കണമെങ്കിൽ ഇതൊന്ന് ഫ്രീ ആവണ്ടേ? ഇത് എന്ന് നോക്കി മുന്തിരി. അമ്മ കേക്ക് കഴിച്ചോ? അവിടെ നിന്നാണോ അമ്മ എടുത്തത്? അമ്മ ഇവിടെ നിന്ന് എടുക്കുമെന്ന് പ്രതീക്ഷിച്ച ഞാനിരുന്ന്. കൂത്താട്ടുകുളത്താ വിനോദ് കൊണ്ടുവന്ന, വിനോദ് ആൻഡ് ഫാമിലി. വിനോദ് അപ്പയുടെ കസിൻ സിസ്റ്ററിൻ്റെ മോനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന ഫ്രൂട്ട് ആൻഡ് നട്ട്സ് കേക്കാണ്. അതെ, നല്ല ടേസ്റ്റാണ്, മധുരം പാകം. ഇന്ന് അപ്പയ്ക്ക് കഴിക്കാൻ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. ഫ്രൂട്ട് സലാഡാണോ? ഇതാണ് അല്ല, പപ്പായയും മറ്റേ വാട്ടർ മെലോണും. അമ്മയൊന്നും കഴിക്കണില്ലേ? കാപ്പി കുടിച്ചോ? കഴിക്കുമ്പോ പറയണോട്ടോ. അവര് നിന്നുകൊണ്ടാണ് മറ്റത് എടുക്കാത്തത്. പഴം സാൻഡ്വിച്ച്, ബനാന സാൻഡ്വിച്ച്. പുള്ളിക്കുറുവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയുണ്ട് കേട്ടോ. അത് ആ പക്ഷിയുടെ സൗണ്ട് ഒരു ഭയങ്കര പ്രത്യേകതയാണ്. ഞാൻ ഒരുപാട് നാളായി ആ പക്ഷിയുടെ സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. സന്ധ്യാസമയങ്ങളിലാണ് അത് കുറുകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗം മൂവി കണ്ടിട്ടുള്ളവർക്ക് അതിനകത്ത് കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷിയുടെ സൗണ്ട്. നല്ല ഇരുട്ടുള്ള ഒരു സമയത്ത് ആ തറവാട്ടിൽ വെച്ചിട്ട് സൗണ്ട് ഈ പക്ഷി കുറുകുന്നുണ്ട്. ഭയങ്കര രസമാണ് അത് കേൾക്കാനായിട്ട്. 2-3 വട്ടം മാത്രമാണ് ഈ പക്ഷി കുറുകുള്ളൂ. അപ്പം തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് കുറുകില്ല എന്നാണ് അപ്പ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇത്തവണ എനിക്ക് കിട്ടിയില്ല. എപ്പോഴെങ്കിലൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. എത്രയും വേഗം എല്ലാവർക്കും മഴ പെയ്ത് നല്ല ഭൂമി തണുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.